ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന വളരെ ഈസിയായ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫുൾ ചിക്കൻ ഫ്രൈ വിത്ത് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കിലോ വരുന്ന ഒരു ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യും. ചിക്കൻ്റെ മസാല കൂട്ടാനായിട്ട് നമ്മൾ അടിക്കട്ടിയുള്ള നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്കിട്ട് നമുക്കിതിൻ്റെ മസാല കൂട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്സ മസാല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടെ പിരിയ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിനായി എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 മാഗി ക്യൂബ് ഞാൻ ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബ് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ്. ഇതിലേക്ക് 1 വലിയ ക്യാപ്സിക്കം മുറിച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം മല്ലിയും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മാഗി ക്യൂബ് ഓൾറെഡി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലാത്തവർ നാരങ്ങ നീര് ചേർത്താലും മതി. ഞാൻ ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി വേറെ ഒരു എണ്ണയും നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല. ആകെ ചേർക്കുന്നത് ഈ എണ്ണയിൽ കിടന്നാണ് ഈ ചിക്കൻ ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വരഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. നന്നായിട്ട് ഈ ക്യാപ്സിക്കമൊക്കെ ആ ചിക്കൻ്റെ അകത്തോട്ടൊക്കെ വെച്ച് കൊടുക്കണം. ഈ ചിക്കനിലേക്കൊക്കെ മസാല നമ്മൾ നന്നായിട്ട് ഇപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പാനോട് കൂടി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മസാല നന്നായിട്ട് ഈ ചിക്കനിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി മാത്രമേ വെക്കാവൂ. അപ്പോൾ നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിലൊന്നും അടുപ്പിൽ വെക്കാം. ചിക്കൻ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചിക്കൻ്റെ എണ്ണയൊക്കെ നമ്മൾ മിക്സ് ചെയ്തതൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. അത് നമുക്കൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. നമ്മുടെ തീ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ടുണ്ട്. അടച്ചു വെച്ച് നമ്മുടെ ചിക്കൻ്റെ അടിഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനൊക്കെ തിരിച്ചും മറച്ചും ഇട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ നേരത്തെ നമ്മൾ തിരിച്ചിട്ട ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി. വീണ്ടും ഞാൻ ഒന്നും കൂടെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തെന്ന് നമുക്കിത് ഈ എല്ല് കഷ്ണത്തിലൊക്കെ നോക്കുമ്പോൾ തന്നെ കാലിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നന്നായിട്ട് ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് വേവൂല എന്നുള്ള ഡൗട്ട് നമുക്ക് വേണ്ട. നന്നായിട്ട് ഈ ചിക്കൻ ഈ ഗ്രേവി കിടന്ന് വെന്തോളും. ചിക്കൻ നമുക്ക് 10 മിനിറ്റും കൂടെ ഇതേ കണക്കൊന്നും കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.